ഈ താഴെ കിണറാണ് കേട്ടോ. ഈ താഴെ നിന്ന് ഞങ്ങൾ സ്ഥിരമായിട്ട് ഇങ്ങനെ വെള്ളം കോരി തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ ജിമ്മിലൊന്നും പോകാറില്ല. ഇത് നല്ലൊരു എക്സർസൈസാണ്. ഇത്രയും മണ്ണ് ഇവിടെ ഇട്ടാൽ എങ്ങനെയാണ് ലീക്ക് ഉണ്ടാവില്ലേ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവാം. 30 വർഷം കൊണ്ട് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണെങ്കിലും യാതൊരു മാലിന്യം ഞങ്ങൾ വലിച്ചെറിയാറില്ല. അതെല്ലാം ഞങ്ങൾ ഇത് രൂപത്തിലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. സീറോ കോസ്റ്റ് ആണ്, അതാണ് ആദ്യമായിട്ട് പറയാനല്ല. ഞങ്ങളുടെ കൃഷി എന്ന് പറഞ്ഞാൽ സീറോ കോസ്റ്റ് കൃഷിയാണ്. ഈ തട്ടിൽ തന്നെ ഇതിൽ നിന്ന് വിളവെടുത്തതാണ് ഈ മുക്കഴങ്ങ് എന്ന് പറയുന്ന സാധനം. ഇത്രയും സ്ഥലത്ത് നിന്ന് ഒരു 10-12 കിലോയോളം ഒരുമിച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ചീര നന്നായിട്ട് വളർന്നു വരുവാൻ വേണ്ടി, നല്ല കൊഴുപ്പോടുകൂടി വരുവാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു ടെക്നിക്കാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നഗര ഹൃദയത്തിലാണ് ശരിക്കും വീടെന്ന് പറയുന്നത്. അവിടെ അതിൻ്റെ മേളിലാണ് എൻ്റെ ഈ മട്ടുപ്പാവ് എന്ന പറദീസ. എനിക്ക് ബാങ്കിലാണ് ജോലിയെങ്കിലും നമ്മൾ ടെറസിൽ മണ്ണില്ല, അവിടെ കൃഷി ചെയ്യാൻ പറ്റില്ല, സമയം കിട്ടില്ല, ബാങ്കിൽ ജോലിയല്ലേ ഒട്ടും സമയം കിട്ടില്ല എന്ന ടെൻഷനല്ലേ, അങ്ങനെയുള്ള ഒന്നും എന്നെ ബാധിക്കാറില്ല. ഞാൻ ഇവിടെ എല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. ഇത് വാഴ, ഇത് 2ാം തലമുറയാണ്. ഈ ചെമ്പരത്തി എന്ന് പറയുന്നത് 28 വർഷത്തോളം പഴക്കമുള്ള ചെമ്പരത്തിയാണ്. എല്ലാവർക്കും നല്ലതാണ്. ആശുപത്രി കോസ്റ്റ് കുറഞ്ഞു കിട്ടും, ശരീരസുഖം കൂടി കിട്ടും. ഞങ്ങൾ ഈ തക്കാളിയൊക്കെ ഇവിടെ കൃഷി ആരംഭിച്ച സമയം തൊട്ട് ഒരു 10-30 വർഷത്തോളമായി ഞങ്ങളിതൊന്നും സത്യം പറഞ്ഞാൽ പുറത്തുനിന്ന് വാങ്ങാറില്ല. എല്ലാം ഇവിടെ തന്നെയാണ് കൃഷി ചെയ്തെടുക്കുന്നത്. ഇതാണ് അടതാപ്പ്. ഇത് ഉരുളക്കിഴങ്ങിന് പകരം ഉപയോഗിക്കുന്ന സാധനമാണ്. ഇതിത്രയല്ല, കുറേ കൂടുതലുണ്ടായിരുന്നു. ഇവിടെ ടെറസിൽ നിന്ന് എടുത്തതാണ്. ഇതിപ്പോൾ ലാസ്റ്റായി ഇത്രയേ ഉള്ളൂ ഇതിലിപ്പോൾ നിൽക്കുന്നത്. ഞങ്ങൾ നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് താമസമെങ്കിലും ഞങ്ങളെ ഈ ഇവിടെ യാതൊരു വേസ്റ്റുമില്ല. ഞങ്ങളെ കാമ്പൗണ്ടിലെ പുരയിടത്തിലായിരുന്നാലും ടെറസ് കൃഷിയിലായിരുന്നാലും നമ്മളെ വീട്ടിൽ യാതൊരു മാലിന്യമില്ല. ഈ മാലിന്യമെല്ലാം നമ്മൾ തന്നെ വളമാക്കി മാറ്റുകയാണ്. വളമാക്കി മാറ്റി ഈ രൂപത്തിൽ നമ്മൾ തന്നെ ആക്കി എടുക്കുകയാണ്. ഇവിടെ ഓരോ സ്ഥലങ്ങളിലും മാലിന്യം വലിച്ചെറിയുന്നു പറയുമ്പോൾ നമുക്ക് പുച്ഛമാണ് തോന്നുന്നത്. ഞങ്ങൾ അറിയാവുന്നവരെല്ലാം പറയും, നിങ്ങൾ മാലിന്യം നിങ്ങൾ കൂടുതലുണ്ടെങ്കിൽ ഞങ്ങളെ വീട്ടിൽ കൊണ്ടുത്താം, ഞങ്ങളിവിടെ കൃഷിക്ക് ഉപയോഗിക്കാം. കൃഷിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള സാധനങ്ങൾ അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് മാലിന്യമില്ല, വലിച്ചെറിയാനുള്ള ഒരു സാധനവും നമുക്കില്ല. നമ്മളെല്ലാം നമ്മളെ വീട്ടിൽ തന്നെയാണ് നമ്മളത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ രമാദേവി. ഞാൻ സെക്രട്ടേറിയറ്റിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തു, റിട്ടയർ ചെയ്തു. ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ അടുത്ത് സ്റ്റാച്യൂവിൽ തന്നെയാണ് വീട്. നഗര ഹൃദയത്തിലാണ് ശരിക്കും വീടെന്ന് പറയുന്നത്. അവിടെ അതിൻ്റെ മേളിലാണ് എൻ്റെ ഈ മട്ടുപ്പാവ് എന്ന പറദീസ. പക്ഷേ ഞങ്ങളുടെ സമയം പോകുന്നത് ഞങ്ങൾ അറിയാറേ ഇല്ല ഇവിടെ കയറുമ്പോൾ. എൻ്റെ പേര് പുരുഷോത്തമൻ നായർ. ഞാൻ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത പാർട്ടിയാണ്. ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ടെറസ് കൃഷി ഞങ്ങൾക്കൊരു ഹരമാണ്. ടെറസ് കൃഷി തുടങ്ങിയതിന് ശേഷം നമുക്ക് സമയം പോകണമെന്ന് അറിയില്ല, നമുക്ക് ആരോഗ്യത്തിന് യാതൊരു പ്രശ്നമില്ല. കാരണം എപ്പോഴും ജൈവ പച്ചക്കറിയാണ്, കെമിക്കലായിട്ട് യാതൊരു സാധനവുമില്ല. ഈ ടെറസിൽ ഒരു കുട്ട മണ്ണ് പോലും ഇല്ലാത്ത ടെറസാണ്. ആ ടെറസിൽ ഈ കാണുന്ന മണ്ണ് കംപ്ലീറ്റ് ഞാനും എൻ്റെ വൈഫ് രമാദേവിയും കൂടെ തന്നെയാണ് എൻ്റെ മുകളിൽ കയറ്റിയിട്ടുള്ളത്. ഒരുപാട് പേര് ഇവിടെ വന്ന് അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണെന്ന്. ഈ ടെറസ് നല്ല നീറ്റാക്കി ഉണക്കിയിട്ട് പ്ലാസ്റ്റിക് ഷീറ്റ് 2-3 ലെയർ അതിൽ തറയിൽ നല്ല ഭംഗിയായിട്ട് വിരിച്ചിട്ട് സൈഡിൽ കംപ്ലീറ്റ് ചുടുകല്ലെടുക്കിയിട്ട് ആ ചുടുകൽ മറിയാതിരിക്കാനായിട്ട് അകത്ത് വീണ്ടും 2 ലെയർ പ്ലാസ്റ്റിക് ഷീറ്റ് അതിൽ, എന്നിട്ട് ഏറ്റവും അടിയിൽ ചവറ്, കുറേ വേസ്റ്റ്, നമ്മളെ കാമ്പൗണ്ടിനകത്തുള്ള എല്ലാ വേസ്റ്റുകളും ഇതിൻ്റെ ഏറ്റവും അടിയിലിടും. എന്നിട്ട് കുറച്ച് മണ്ണ്, അത് കഴിഞ്ഞിട്ട് കിച്ചൺ കമ്പോസ്റ്റ്, ചാണകപ്പൊടി, നമുക്ക് അഴുകാൻ ഉള്ള പരുവത്തിലുള്ള എല്ലാ സാധനങ്ങളും ഈ മണ്ണിനകത്ത് ഇതിനകത്ത് ഈ കുട്ടയ്ക്കകത്ത് റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഓരോ കൃഷി ചെയ്യുന്നത്. ഈ തട്ടിൽ തന്നെ ഇതിൽ നിന്ന് വിളവെടുത്തതാണ് ഈ മുക്കഴങ്ങ് എന്ന് പറയുന്ന സാധനം. ഈ മുക്കഴങ്ങ് ഈ ഇത്രയും സ്ഥലത്ത് നിന്ന് ഒരു 10-12 കിലോയോളം ഒരുമിച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഞാൻ ഈ കൂവക്കിഴങ്ങ് ഇടുന്നത്. ഈ കൂവ എന്ന് പറഞ്ഞാൽ ഇത് വളരെ കുറവാണ്, ഒരു 8-10 കിലോ എനിക്ക് കിട്ടിയിട്ടുണ്ട് കൂവ. അതിൻ്റെ കൂടെ മരച്ചീനി ഞാൻ നട്ടിരുന്നു. മരച്ചീനി അത് ഇതിൻ്റെ 4 ഇറ്റും തന്നെ നട്ടു. കാരണം ഇവിടെ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ടും നല്ല ഇളക്കമുള്ള മണ്ണായതുകൊണ്ടും നല്ല മരച്ചീനി ഇവിടുന്ന് ഒരു 10-15 കിലോ മരച്ചീനി ഈ തട്ടിൽ നിന്ന് എനിക്ക് കിട്ടി, ഇത്രയും ഭാഗത്തു നിന്ന്. അപ്പോൾ ഇതിനിടയിലാണ് രമാദേവിയിൽ കുമ്പളം കൊണ്ട് നടാറുണ്ട് പടത്താനായിട്ട്. അങ്ങനെ കൊണ്ട് നനകിഴങ്ങ് ഉണ്ടായിരുന്നു, അതും എല്ലാം കിട്ടി. പക്ഷേ നമുക്ക് പുരയിടത്തിൽ കിട്ടുന്നതിനെക്കാട്ടി വളരെ അധിക വിളവെടുപ്പ് ഇവിടെ നമുക്ക് കിട്ടി. അതുകൊണ്ട് വീണ്ടും ഇപ്പോൾ അതിൽ കൂവയും എല്ലാം നട്ടിരിക്കുകയാണ്. ഇനി നടാനുള്ള സ്ഥലവുമുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ബാങ്കിലാണ് ജോലിയെങ്കിലും നമ്മൾ ടെറസിൽ മണ്ണില്ല, അവിടെ കൃഷി ചെയ്യാൻ പറ്റില്ല, സമയം കിട്ടില്ല, ബാങ്കിൽ ജോലിയല്ലേ ഒട്ടും സമയം കിട്ടില്ല എന്ന ടെൻഷനല്ലേ, അങ്ങനെയുള്ള ഒന്നും എന്നെ ബാധിക്കാറില്ല. ഞാൻ ഇവിടെ എല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. ഇത് വാഴ, ഇത് 2ാം തലമുറയാണ്. നല്ലൊരു കൊല ഇതിൽ നിന്ന് കിട്ടി. വേറെ വാഴകളുണ്ട്, അതിൽ നിന്നും കൊലകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വാഴ ഇങ്ങനെ വരുമ്പോഴും അതിൽ നിന്ന് അത്യാവശ്യം ഒരു ഇലയെടുക്കണമെങ്കിൽ തന്നെ നമുക്ക് സന്തോഷമാണ്. ആരെങ്കിലും പെട്ടെന്ന് 2 ഗസ്റ്റ് വന്നാൽ അവർക്ക് ഇതിൽ നിന്ന് വെട്ടി ഊണ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഒരു പാത്രം എടുക്കുന്നതിനെ കട്ടി അത് നമുക്കും സന്തോഷം, കാരണം ഇലയാണ്, ശുദ്ധമായ ഇല. ഓഫീസിൽ നിന്ന് വന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വീട്ടിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ മോളിൽ കയറി ഇതുപോലെ വന്ന് വിശാലമായിട്ടൊന്ന് ഇരിക്കാൻ ഭയങ്കര സന്തോഷമാണ്, സുഖമാണ്. ചെറിയ കാറ്റൊക്കെ അടിച്ച് സുഖമായിട്ടിരിക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തട്ടാണ് ഇത്. ഈ തട്ട്
ഞാൻ മരച്ചീനി നടാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മരച്ചീനി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ വിചാരിക്കുന്ന പോലെ ഇത് ടെറസിന് ദോഷമില്ലേ, ഇത്രയും മണ്ണ് ഇവിടെ ഇട്ടാൽ എങ്ങനെയാണ് ലീക്ക് ഉണ്ടാവില്ലേ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം എന്നാൽ 30 വർഷം കൊണ്ട് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും അടിയിൽ പ്ലാസ്റ്റിക്കും അതിൻ്റെ മുകളിൽ ചുടുകല്ലും കവർ ചെയ്ത് ഒരു പാത്രം പോലെ, ഒരു പാത്രത്തിൻ്റെ രൂപത്തിലാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. എത്ര വെള്ളം ഒഴിച്ചാലും എൻ്റെ സൈഡിൽ കൂടെ വെള്ളം ലീക്കായങ്ങ് പോകും, അത് വലിച്ചങ്ങ് പോകും, അടിയിലോട്ട് പോകില്ല. അടിയിലോട്ട് പോകുമായിരുന്നെങ്കിൽ 10-30 വർഷം കൊണ്ട് നമുക്ക് ഇതിന് മുമ്പ് അനുഭവം വരുമായിരുന്നു. യാതൊരു അനുഭവമില്ല, ഒന്നുമില്ല. നമ്മൾ സന്തോഷത്തോടെ ഇപ്പോഴും അതിനെ കൊണ്ടുപോവുകയാണ്. ഈ കമ്പ് നേരത്തെ ഉള്ള കമ്പ് പുഴുതെടുത്തു, അതിനുശേഷം വീണ്ടും നട്ടിരിക്കുകയാണ്. ഇതെടുത്തു കഴിഞ്ഞാൽ അടുത്ത വീണ്ടും നടും. ഈ സ്ഥലം ചിലപ്പോൾ മാറി മറ്റൊരു സ്ഥലത്തോട്ട് പോകുമെന്നുള്ളതേ ഉള്ളൂ. സ്ഥലങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മാറ്റി എടുക്കാറുണ്ട്. ഈ ഗ്രോ ബാഗിനകത്ത് നമ്മൾ ചീരയാണ് നട്ടിരിക്കുന്നത്. ഈ ചീര സാധാരണ മണ്ണിലങ്ങ് ചെയ്യുകയാണെങ്കിൽ അതിനടിയിൽ ഒരു വണ്ട് പോലത്തെ ഒരു സാധനമുണ്ട്. അത് വന്ന് ഇതിനെ കട്ട് ചെയ്ത് കളയും. കാരണം എന്ന് പറഞ്ഞാൽ ഈ മണ്ണിൽ കെമിക്കലൊന്നുമില്ല. ഈ കെമിക്കൽ ഇല്ലാത്തത് കൊണ്ട് ഈ കൃമികൾക്ക് ജീവിക്കാൻ വളരെ സൗകര്യമുണ്ട് അതിന്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഈ കപ്പ് വെച്ചിരിക്കുന്നത്. ഈ കപ്പ് വയ്ക്കുമ്പോൾ അതിൻ്റെ 4 ലിറ്റർ മാത്രം ജീവികൾ കിടന്നിറങ്ങും, കപ്പിനകത്ത് ജീവി ഇറങ്ങില്ല. അതുകൊണ്ട് ചീര നല്ല ഭംഗിയായിട്ട് പൊടിച്ച് വലുതായി വരികയും ചെയ്യും. ഇത് നമുക്ക് വച്ചിട്ട് അത് വലിയ മുളവിനാണെങ്കിലും ശരി, നമുക്കിതിനെ പൊളന്നിങ്ങ് എടുക്കാൻ പറ്റും. വലിയതാകുമ്പോൾ ഇതുപോലെ പൊളന്ന് മാറ്റാൻ പറ്റും. എന്നിട്ട് വേണമെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇതുപോലെ വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ആ ഒരു രീതിയിൽ എല്ലാവർക്കും അത് ചെയ്യാവുന്നതാണ്. ഈ 2 റോസ് നമ്മുടെ ഇന്ത്യൻ അല്ല. എൻ്റെ മോൻ UK-യിലായതുകൊണ്ട് UK-യിൽ ഞങ്ങൾ വിസിറ്റിന് പോയിട്ട് വന്നിട്ട് ഇപ്പോൾ 2 മാസമേ ആയുള്ളൂ. അവിടെ നിന്ന് ഞങ്ങൾ കമ്പ് കൊണ്ടുവന്നു മോൻ്റെ വീട്ടിൽ നിന്ന്. ആ കമ്പ് കൊണ്ടുവന്ന് നട്ട് വളരെ പെട്ടെന്ന് തന്നെ അത് പൂക്കുകയും ചെയ്തു. നിറച്ച് പൂവുണ്ടായിരുന്നു. ഇത് 2ാമത്തെ പൂവാണ്. ഈ ഏരിയയിൽ വെണ്ട, കോളിഫ്ലവർ, കുരുമുളക്, കത്തിരി, മുളക് ഐറ്റംസ് എല്ലാം, ചീര എല്ലാം ഈ തട്ടിലാണ് നിൽക്കുന്നത്. ഇത് ലെമൺ വൈൻ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇത് നമ്മൾ വെറുതെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് പഴുത്തിരിക്കുകയാണ്. ഇത് നമുക്ക് സുഖമായിട്ട് തിന്നാം. തക്കാളി വേരം നല്ല ടേസ്റ്റാണ്. ഇത് വെള്ള കാന്താരിയാണ്. പക്ഷേ ഇത് 2 വർഷത്തിൽ കൂടുതലായതാണ്. ഇത് ഏകദേശം ഇതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞു. നിറയെ ഉണ്ടായിരുന്നതാണ് കാട് പോലെ. ഇത് ഇന്ന് ഞാൻ ഒരു 2 കിലോയിൽ കൂടുതൽ മുളക് ഉണക്കി പൊടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ അത്യാവശ്യത്തിന് മിക്സിയിൽ തന്നെ പൊടിച്ചെടുക്കും, മില്ലിൽ കൊടുക്കും. ക്രഷ് ചെയ്ത് തോരത്തിനും അതിനുമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി എടുക്കും. വെള്ളക്കാന്താരി ഇതിപ്പോൾ തീർന്നു. 2 വർഷത്തിൽ കൂടുതൽ പഴക്കമായി. ഈ ചെമ്പരത്തി എന്ന് പറയുന്നത് 28 വർഷത്തോളം പഴക്കമുള്ള ചെമ്പരത്തിയാണ്. അതൊരു റോസ് കളർ അടുക്ക് പെറ്റലുള്ള ചെമ്പരത്തിയാണ്. ഇതൊക്കെ 28 വർഷം കൊണ്ട് ഞാനിത് ഇങ്ങനെ കാത്തു സൂക്ഷിച്ച് കൊണ്ടുവരുന്ന ഒരു സാധനമാണ്. ഇത് കുമ്പളങ്ങയാണ്. നിറയെ തൈയും പൊടിക്കാറുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ കായ പിടിക്കാറുണ്ട്. പൂവരശം എന്ന് പറയുന്ന സാധനമാണ് നമുക്ക് കരളിൻ്റെയൊക്കെ പ്രൊമോഷന് വേണ്ടി, ലിവർ പ്രൊമോഷന് വേണ്ടിയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. നാട്ടിൻപുറത്തൊക്കെ ഇത് ഇഷ്ടംപോലെ വയലിൻ്റെ അരികിന്, കായലോരത്ത്, കടലോരത്ത് ഒക്കെ ഉള്ളതാണ്. പക്ഷേ എൻ്റെ ആവശ്യത്തിന് ഇലയെടുക്കാൻ വേണ്ടി ഞാനിത് ടെറസിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇത് റെഡ് ലേഡി പപ്പായയാണ്. നിറയെ കായ്ച്ചതാണ്. ഇപ്പം വീണ്ടും അടുത്ത സ്റ്റെപ്പ് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് സീഡ്ലെസ് ലെമൺ, അതും നിറയെ കായ്ച്ചു. ഇപ്പം കുറഞ്ഞു. ഇനിയിപ്പോൾ ഇത് ട്രിം ചെയ്ത് നിർത്തേണ്ട സമയമായി കഴിഞ്ഞു. ഇത് പാൽച്ചീരയാണ്. അപ്പോൾ ഇങ്ങനെ ഇത് റേസ്ഡ് ബെഡ് കണക്കാക്കി നട്ടിരിക്കുന്നത് കൊണ്ട് കൂടുതൽ നടാൻ പറ്റും. പാൽച്ചീര ആണ്. അതിൻ്റെ തണ്ട് നല്ല വെള്ള കളറാണ് ഇതിൻ്റെ തണ്ടെന്ന് പറയുന്നത്. ഇതെൻ്റെ വിയറ്റ്നാം ഏർലിയാണ്. വാങ്ങിയിട്ട് 1 വർഷത്തോളം ആയതേ ഉള്ളൂ. 6 മാസത്തോളം വലിയ പരിചരണമൊന്നും കൊടുത്തില്ല. പക്ഷേ ഇപ്പോഴേ അതിലൊരു കായ വന്നിട്ടുണ്ട്. നിർത്തണോ വേണ്ടേ എന്നുള്ളത് ഞാൻ ആലോചിക്കുകയാണ്. ഇത് ചോളമാണ്. ഇപ്പം നട്ടതേ ഉള്ളൂ. ഒരാഴ്ച ആയതേ ഉള്ളൂ. ഒരാഴ്ച ആയപ്പോൾ തന്നെ അത് ഇത്രയും വളർന്നു വന്നു. ഈ ചീര എന്ന് പറയുന്നത് വേറെ ഒരു വെറൈറ്റി ചീരയാണ്. വെറൈറ്റി ചീര എന്ന് വെച്ചാൽ ഇത് നമ്മുടെ റോഡ് സൈഡിലൊക്കെ ഉള്ളതാണ്. പക്ഷേ പെട്ടെന്ന് വിത്ത് പിടിക്കില്ല, കീടരോഗം കൂടുതലായിട്ടുണ്ടാകില്ല. മറ്റ് ചീരകളേക്കാൾ നല്ല ടേസ്റ്റാണിത് തോരൻ വെച്ച് കഴിയുമ്പോഴേക്കും. എൻ്റെ മത്തനെല്ലാം പൂവിട്ട് കായ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയും ഒരു കായ വന്നിട്ടുണ്ട്. കായ്ച്ച് തുടങ്ങുന്നേ ഉള്ളൂ. ഉള്ള സ്ഥലത്ത് എല്ലാം കൃഷി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനുള്ളതെല്ലാം ഇങ്ങനെ കൃഷി ചെയ്തിട്ടുണ്ട്. ഞാൻ സെക്രട്ടേറിയറ്റിലാണ് വർക്ക് ചെയ്തിരുന്നത്. എൻ്റെ മക്കളൊക്കെ ചെറുതായിരുന്ന സമയത്ത് അവർക്കുള്ളത് ഏകദേശം എല്ലാ പച്ചക്കറികളും ഒക്കെ ഇവിടെ നിന്ന് തന്നെ കൃഷി ചെയ്ത് ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. നനയ്ക്കാനൊക്കെ അപ്പോഴും സമയം കിട്ടും. കാരണം ഇവിടെ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമുക്കൊരു 9:45, 10 മണിയൊക്കെ ആയിട്ട് ഇറങ്ങിയാലും 10:15 മുന്നേ അങ്ങ് എത്താൻ പറ്റും. അപ്പോഴും രാവിലെയും വൈകിട്ടും ഒക്കെ ചെടികളെ നോക്കാനും ഒക്കെ സമയം കിട്ടാറുണ്ടായിരുന്നു. ഇപ്പം മക്കൾ 2 ഇവിടെ ഇല്ല. ഇപ്പം പിന്നെ സമയം ആവശ്യം പോലെ ഉണ്ട്. ജോലി സംബന്ധമായിട്ടൊക്കെ പുറത്താണ്. അപ്പോൾ ഇപ്പം ഞങ്ങൾ 2 പേരും മാത്രമാണ് ഇവിടെ ഉള്ളത്. എന്നിരുന്നാലും എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഇതിനകത്തുനിന്ന് ഏകദേശം ഉള്ളതെല്ലാം കൃഷി ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതെല്ലാം കൃഷി ചെയ്യുന്നു എങ്കിലും ഇതിൻ്റെ ഫുൾ സപ്പോർട്ട് ചേട്ടനാണുള്ളത്. ഞാനിവിടെ ഇതെല്ലാം ചെയ്യുന്നു എങ്കിലും എനിക്ക് മണ്ണ് നട്ട് ഞങ്ങൾ 0 കോസ്റ്റാണ്. അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. ഞങ്ങളുടെ കൃഷി എന്ന് പറഞ്ഞാൽ 0 കോസ്റ്റ് കൃഷിയാണ്. ഒരു സാധനവും പുറത്തുനിന്ന് അങ്ങനെ ഞങ്ങൾ ഇത് ചെയ്യുകയോ ബെഞ്ചിടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത്രയ്ക്ക് നീറ്റായിട്ട് ഞങ്ങൾ ടെറസ് സൂക്ഷിക്കാറുണ്ട്. അതുകൊണ്ട്
ഈ 30 വർഷം കൊണ്ട് കൃഷി ചെയ്യുന്നുണ്ട് എങ്കിലും ടെറസിനൊന്നും ഇതുവരെയും ഒരു കേടോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഫുൾ സപ്പോർട്ടും എനിക്ക് മണ്ണ് മിക്സ് ചെയ്ത് തരുന്നതും എല്ലാം ചേട്ടനാണ്. അതേപോലെ ഗ്രോ ബാഗെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കണമെങ്കിലും എല്ലാ സഹായവും ചേട്ടൻ തന്നെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് ഇത്രയും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ പറ്റില്ലായിരുന്നു. എപ്പോഴും ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രം ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ കൃഷി നടത്തുമ്പോൾ അതിന് വളപ്രയോഗം, നനയ്ക്കുന്ന രീതികൾ, അതെല്ലാം നമുക്ക് വളരെ പ്രധാനമാണ്. വളം എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തുനിന്നൊന്നും നമ്മൾ വാങ്ങാറില്ല, നമ്മൾ കെമിക്കൽ ഇതിനകത്തോട്ട് കയറ്റാറുമില്ല. അപ്പം നമ്മളെ കിച്ചൺ മിന്നിൽ വഴിയും അടുക്കള വേസ്റ്റും മറ്റുള്ള വേസ്റ്റുകൾ എല്ലാം നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. കരിയിലകൾ ഒരു കരിയിലും നമ്മൾ കത്തിക്കാറില്ല, എല്ലാ കരിയിലും ഇതിൻ്റെ മൂട്ടിലാണ് വരുന്നത്. രാവിലെ നനയ്ക്കും, വൈകുന്നേരം നനയ്ക്കും, 2 നേരം നമ്മൾ നനയ്ക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിന് വാട്ടം രോഗങ്ങളൊന്നുമില്ല. പിന്നെ മാസം തോറും നമ്മളിതിന് ചാണകപ്പൊടിയുണ്ട്, കമ്പോസ്റ്റ്, കിച്ചൺ കമ്പോസ്റ്റ് ഉണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത്, പിന്നെ അത്യാവശ്യത്തിന് ചാമ്പലുണ്ട്, അപ്പോൾ അതും നമ്മൾ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ആകെപ്പാടെ വിലയ്ക്ക് വാങ്ങുന്നത് വേപ്പം പിണ്ണാക്ക് എന്ന് പറയുന്ന സാധനം കുറച്ച് വാങ്ങും. അത് കൃമികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വേപ്പം പിണ്ണാക്ക് മാത്രം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചേർക്കും. അല്ലാതെ വേറെ ഒരു മറ്റ് സാധനങ്ങൾ നമ്മളിതിന് ഉപയോഗിക്കാറില്ല. വേറെ ഒരു കുഴപ്പമില്ല, നമ്മുടെ ആദായം നല്ല രീതിയിൽ തന്നെ നമ്മൾ എടുക്കുകയാണ് ഇതിൽ നിന്ന്. ഈ താഴെ കിണറാണ് കേട്ടോ. ഈ താഴെ നിന്ന് ഞങ്ങൾ സ്ഥിരമായിട്ട് ഇങ്ങനെ വെള്ളം കോരി തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ കോരി നമ്മൾ സ്ഥിരമായിട്ട് കോരി എടുക്കും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ജിമ്മിലൊന്നും പോകാറില്ല, ഇത് നല്ലൊരു എക്സർസൈസാണ്. പിന്നെ പ്രത്യേകിച്ച് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കിണറ്റിൽ നിന്ന് കോരി എടുക്കണോണ്ട് നമുക്കിവിടെ വാട്ടർ അതോറിറ്റിക്കാർ പൈപ്പ് പൊട്ടി 2 ദിവസം വെള്ളമില്ല, നിങ്ങൾ ആവശ്യമുള്ള വെള്ളം ശേഖരിക്കണം എന്ന് പറയുന്നത് എനിക്ക് പേടിയൊന്നുമില്ല. കാരണം ഇവിടെ 24 മണിക്കൂർ നമ്മുടെ കിണറ്റിൽ വെള്ളമുണ്ട്. അത് കുടിക്കാൻ വരെ പറ്റിയ വെള്ളമാണ്. ഞാൻ ടെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കീഴക്ക് ഇങ്ങനെയാണ് വെള്ളം നനയ്ക്കുന്നത്. കാരണം മറ്റേ ഓസ പൈപ്പൊക്കെ എടുത്തുകൊണ്ട് വന്നാൽ അത് ഇതിൻ്റെ ഇടയിൽ കൂടെ ചുറ്റിക്കൊണ്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ മാത്രമല്ല, നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പം നമുക്ക് ഒരു എക്സർസൈസായി, നമുക്ക് വെറുതെ മറ്റേ ഓസ് വെച്ച് വെറുതെ ഇങ്ങനെ നിൽക്കണമല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ കുനിയാം, നൂരാം, നല്ലൊരു എക്സർസൈസായി, ബോഡി ബിൽഡിങ്. നമ്മളെ ഇങ്ങനെ നനയ്ക്കുന്നതിന് വേറൊരു പ്രത്യേകത ഉണ്ട്. കാരണം എപ്പോഴും തന്നെ കൈ കൊണ്ട് ഇങ്ങനെ തട്ടി കളച്ച് കൃഷി ചെയ്യുന്നവർക്ക് അറിയാം എങ്ങനെയാണ് നനയ്ക്കുന്നത്. ഇത് നനയ്ക്കുന്നതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മണ്ണിൽ നിന്ന് എല്ലാ സ്ഥലത്തും ഒരുപോലെ വീഴും. പൈപ്പിൽ നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ അങ്ങനെ എല്ലാ സ്ഥലത്തും പോലെ ഒരു പോയിൻ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് മാത്രമേ വീഴുള്ളൂ. അപ്പം മാത്രമല്ല, നമുക്ക് ഒരു ഭയങ്കര സന്തോഷമാണിത് ഇങ്ങനെ ഒഴിക്കുമ്പം. ആ ചെടിക്കും ഭയങ്കര സന്തോഷം. എല്ലാ ചെടീനും അടുത്ത് നമ്മളിന്ന് കൈ കൊണ്ട് തന്നെ തടവിക്കൊണ്ടാണ് പോകുന്നത്. മരച്ചീനിയാണ്. മരച്ചീനിക്ക് എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണമെന്നില്ല, ഇടയ്ക്കൊക്കെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയാവും. പക്ഷേ ഇപ്പോൾ വേനലായതുകൊണ്ട് ഇടയ്ക്ക് ഒക്കെ വെള്ളം വേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ മിക്കവാറും ഒന്നിടവിട്ടും കപ്പയ്ക്ക് വെള്ളം ഒഴിക്കാറുണ്ട്. മറ്റുള്ള എല്ലാത്തിനും ഡെയിലി 2 നേരം വെച്ച് ഒഴിക്കണം. ചീര, വെണ്ട അങ്ങനെയൊക്കെ ഉള്ളതിന് 2 നേരം വെള്ളം വേണം, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് വിറ്റായി പോകും, ഉണങ്ങിപ്പോവും. നമ്മൾ 2 പേരും റിട്ടയർ ആയെങ്കിലും റിട്ടയർമെൻറ്റ് ജീവിതം ആനന്ദകരം ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. രാവിലെ കുറേ സമയം, വൈകുന്നേരം കുറേ സമയം, പിന്നെ കിട്ടുമെങ്കിൽ ഉച്ചയ്ക്കും കുറേ സമയം എൻ്റെ മുകളിൽ കയറിയിരിക്കും. അതുകൊണ്ട് യാതൊരു ബോറിങ്ങും ഇല്ല, വളരെ സന്തോഷം. ഈ ടെറസിൻ്റെ മുകളിൽ കയറി കൃഷി ചെയ്യാൻ ഭയങ്കര സന്തോഷം. ഇല്ലാതെ മടി പിടിച്ചിരിക്കുന്നവരെ നമ്മൾ ഇതിലോട്ട് ആകർഷിക്കുകയാണ്. എല്ലാവരും ഇതുപോലെ കുറേശ്ശെ കൃഷി ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവരെ കെമിക്കൽ അടിക്കുന്ന മറ്റ് ആഹാരങ്ങൾ കഴിച്ചാണ് കൂടുതലും അസുഖങ്ങൾ, മാരകമായ രോഗങ്ങളുണ്ടാകുന്നത്. അതിൽ നിന്ന് കുറച്ചെങ്കിലും ഒരു ആശ്വാസം കിട്ടണമെങ്കിൽ അവരവരുടെ ആവശ്യത്തിനുള്ള കുറച്ച് സാധനമെങ്കിലും അവരവരുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുത്താൽ അത് ഭയങ്കര നേട്ടമായിരിക്കും. എല്ലാം നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ടി വിയിലെ കുട്ടിക്ക് ഒരുപാട് സമയം ഇരുന്നിട്ടും കാര്യമില്ല. പക്ഷേ ഇങ്ങനെയും കൂടെ കുറേ സമയം നമ്മൾ അതിനുവേണ്ടി കണ്ടെത്തിയാൽ എല്ലാവർക്കും നല്ലതാണ്. ആശുപത്രി കോസ്റ്റ് കുറഞ്ഞു കിട്ടും, ശരീരസുഖം കൂടി കിട്ടും.